എന്റെ മക്കളെ, ഭാര്യയെ, കുടുംബത്തെ സഹായിക്കണേ റഹ്മാനെ. അങ്ങനെ എത്രയെത്ര ആളുകളാണ് റബ്ബേ നീ കബൂൽ ചെയ്യണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിലിന്റെ പരിസരത്തുള്ള കച്ചവടക്കാര്, പടച്ചവനെ പൂമംഗലം ഷാനവാസിനെ പോലെയുള്ള, പടച്ചവനെ ഞങ്ങളുടെ മെമ്പർ ഷാജിയെ പോലെയുള്ള, സാദിയ റഹീമിക്കയെ പോലെയുള്ള, പടച്ചവനെ ചുറ്റുവട്ടത്തുള്ള കച്ചവടക്കാര്, ബിസിനസ്സുകാര്, ഞങ്ങളുടെ മഹലിന്റെ അഭുദയകാംക്ഷികള്, പടച്ചവനെ ഞങ്ങളുടെ മഹലിന്റെ എന്ത് കാര്യത്തിനും ഓടി വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. എന്റെ പൊന്നുമോൻ മരണപ്പെട്ടപ്പോ ഇവിടെ ജനങ്ങൾ അല്ലാഹുവേ ആത്മാവിന്റെ നൊമ്പരത്തോടെ കരഞ്ഞ് ദുആ ചെയ്ത് കബറടക്കിയതുപോലെ ഈ വിനീതൻ മരണപ്പെടുമ്പോഴും ഒരു വെറുപ്പും കൂടാതെ ഈമാനോടെ ഇഖ്ലാസോടെ ഈ വിനീതനെ അല്ലാഹുവേ പടച്ചവനെ എന്റെ നാട്ടിൽ തന്നെ സന്തോഷത്തോടെ കബറടക്കം ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ആര് ഞങ്ങളെ വെറുത്താലും ആര് കുറ്റപ്പെടുത്തിയാലും ആരോട് ഞങ്ങൾക്കൊരു വെറുപ്പില്ല റഹ്മാനെ. ഞങ്ങൾ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയവരാണ്. ഞങ്ങൾ മരുന്ന് വെച്ച് കെട്ടുന്ന രോഗി ഞങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയാലും സന്തോഷത്തോടെ അത് തുടച്ചു മാറ്റിയിട്ട് വീണ്ടും ഞങ്ങളവരെ സ്നേഹിക്കാൻ പഠിച്ചവരാണ് അല്ലാഹുവേ. അതുകൊണ്ട് ഞങ്ങളോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ നാടിന്റെ നന്മയ്ക്കല്ലാതെ അല്ലാഹുവേ ഞങ്ങളുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മരിക്കുന്നത് വരെ നീ ഭാഗ്യം നൽകണം തമ്പുരാനെ. ഒരുപാട് ആളുകൾ പടച്ചവനെ ഞങ്ങളുടെ ആംബുലൻസിന് പൈസ കൊടുത്തവരാണ്. ആ സ്ലിപ്പ് വിടന്ന് ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ ആ വാതിലിന്റെ ഭാഗത്തിരുന്ന വോളണ്ടിയേഴ്സ് വിതരണം നടത്തും. കാരണം ഒരു പൈസ കാരുണ്യത്തിന് വന്ന ഒരു പൈസ എന്റെ മക്കൾ മിഠായി വാങ്ങാൻ പാടില്ല. ഈ സോദര സംഘത്തിന്റെ പ്രവർത്തകര് ദാരിദ്ര്യവും കഷ്ടപ്പാടുമുള്ളവരാണ്, അവരും അത് അനുഭവിക്കാൻ പാടില്ല. അല്ലാഹു അതിന് പൈസ കൊടുത്തവർ അത് ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മഞ്ഞപ്പാറയുമായി എനിക്കൊരു വാത് ബന്ധപ്പെടുത്തിയിട്ട് ആ നാടിന്റെ ഗ്രാമത്തിന്റെ നൊമ്പരം മാറ്റാൻ പരിശ്രമിച്ച നൗഷാദ് എന്ന സഹോദരനെ പോലെ ഒരുപാട് കൂട്ടുകാർ, ഒരുപാട് സഹോദരങ്ങളല്ലാ, അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, അടുത്ത ഡിസംബർ 31 ഇതിന്റെ 10 ഇരട്ടി ആളുമായി കാരുണ്യ പ്രവർത്തനത്തിന്റെ വളർച്ചയുടെ കേന്ദ്രമായിട്ട് ഈ നാടിനെ മാറ്റാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. മണിക്കൂറുകളോളം ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇവിടെ വന്നവർ ഇനി ഒരു സ്ഥലവും പേരും പറയുന്നില്ല, നിനക്കറിയാം. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. കാല് മുറിച്ചു മാറ്റിയിട്ട് പോലും വന്നിട്ടുണ്ട്, നീ പരിഗണിക്കണേ അല്ലാ. അല്ലാഹുവേ, ഡേറ്റ് ചോദിച്ചു വന്നവരുണ്ട്, റമദാൻ കഴിയാതെ നിവർത്തിയൊന്നുമില്ല, എന്നാലും അല്ലാഹുവേ അവരുടെ സ്നേഹം നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹോസ്പിറ്റലിനകത്ത് കഴിയുന്ന രോഗികൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാ. മജ്ലിസുൻ നൂറിൽ നിന്ന് കയ്യൊപ്പിട്ട് മുത്തം ചാർത്തിയ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഖബർ സ്വർഗത്തിന്റെ കൊട്ടാരമാക്കണേ അല്ലാ. കാളമ്പാടി ഉസ്താദ് നടന്നു പോയ പ്രഭയുള്ള വഴിയിലൂടെ അഹങ്കാരമില്ലാതെ, അഹംഭാവമില്ലാതെ, ധിക്കാരമില്ലാതെ വിനയത്തോടെ നടന്നു പോകാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാ. അല്ലാഹു, എന്റെ മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോൻ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ സമ്മാനപ്പൊതികൾ കൊണ്ട് എന്റെ വീട് നിറച്ച തങ്കക്കുടത്തിന്റെ ഖബർ സ്വർഗത്തിന്റെ സമ്മാനം കൊണ്ട് നിറയ്ക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പൊന്നുമോന്റെ വിയോഗം തളർത്തിയ മനസ്സുമായി അല്ലാഹുവേ ഇപ്പോഴും പ്രയാസത്തോടെ പുഞ്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി കാക്കച്ചി എവിടെയെന്ന് ചോദിച്ച് അല്ലാഹുവേ മൊബൈൽ നോക്കിയിട്ട് മുത്തം കൊടുക്കുന്ന എന്റെ കുഞ്ഞുമക്കൾ, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്റെ നിസാമും നസീമും എന്ന കൂടപ്പിറപ്പുകളായ ജ്യേഷ്ഠനുജന്മാർ, അല്ലാഹുവേ പടച്ചവനെ അവരുടെ ഭാര്യ മക്കൾ, അവരുടെ സഹോദരങ്ങൾ, അല്ലാഹു എന്റെ എല്ലാമായ എന്റെ ദുആയുടെ, എന്റെ വളർച്ചയുടെ, എന്റെ ഉയർച്ചയുടെ, എന്റെ മജ്ലിസിന്റെ, എന്റെ കാവലിന്റെ ഒരു ഭാഗമാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാഹുവേ, ആ ഉമ്മാക്കും പടച്ചവനെ ഞങ്ങളുടെ ഉമ്മമാർക്കും ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഉമ്മയുടെ വാപ്പയുടെയും ശാപം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. സബീർക്ക മന്നാനിയുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഭർത്താവിന് 4 വർഷം കൂടി ജീവിക്കാൻ
ജീവിക്കണമെന്ന് കൊതി പറഞ്ഞു റബ്ബേ. ഞങ്ങളാരാണ് റബ്ബേ? ആരോഗ്യമുള്ളവരെ ഒരു സെക്കൻഡ് കൊണ്ട് നെഞ്ചുവേദന കൊണ്ട് മരിപ്പിക്കുന്ന റബ്ബേ, മരണം കണ്ടുകൊണ്ടിരിക്കുന്ന ആ സഹോദരന് വേണ്ടി ഞങ്ങൾ അങ്ങനെ ദ്വാരക്കാനാണ്. പക്ഷേ ഞങ്ങൾക്കറിയാം നീ സ്നേഹമുള്ളവനാണ്, നീ കരുണയുള്ളവനാണ്. ആ പ്രിയപ്പെട്ട സഹോദരന്റെ വേദന മാറ്റിയിട്ട് ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ രോഗികളായി കഴിയുന്ന മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അബ്ദുൽ നാസർ മദനി ഉസ്താദിന് മോചനം കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സഹോദരങ്ങൾ, അബൂദാബിയിലെ ഹാരിസ് ഉൾപ്പെടെ, ജിദ്ദയിലെ ബഷീർ ഉൾപ്പെടെ, അല്ലാഹുവേ ചാവക്കാടുള്ള എന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം ആജിയും ഭാര്യയും മക്കളും ഉൾപ്പെടെ പടച്ചവനെ, നൂറുകണക്കിന് ആളുകൾ, അഭിതേകാംക്ഷികൾ, ഞങ്ങളുടെ ചങ്ക് പോലെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ വരാൻ കഴിഞ്ഞില്ല, മരിപ്പുണ്ട്, രോഗമാണ്, ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞ് കണ്ണൂർ ജില്ലയിലെ നജീബ് എന്ന സഹോദരന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. രോഗമാണ്, ഇവിടെ വരാൻ കഴിഞ്ഞില്ല, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സമയം വൈകിയത് കൊണ്ടാണ് ആരെയും പറയാത്തത്. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഈ കുഞ്ഞു മനസ്സിലുണ്ട്. എല്ലാവരെയും പരിഗണിക്കണേ റബ്ബേ. മജ്‌ലിസുൻ നൂറിന്റെ ബറക്കത്ത് കൊണ്ട് അവസാനം ഞങ്ങൾ മരണപ്പെടുമ്പോൾ എത്ര കണ്ടാലും കൊതി തീരാത്ത ഞങ്ങളുടെ മുത്തു നബി മുഹമ്മദ് മുസ്തഫ